ആരാ അക്കയാണോ? ഓ അത് ശരി. എന്റെ പോലെ രഞ്ജു മഞ്ജു കുഞ്ചു എന്താ പറയുന്നത് കൊള്ളാല്ലേ? എന്നെ ബാലരമ്യ പിന്നെ ധൈര്യമായിട്ട് പറയാം. പ്രേക്ഷകരൊന്ന് കേട്ടോട്ടെ എല്ലാം പറയുന്നത്. ഹായ്, ട്രാവലിംഗ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈറേഞ്ചിന്റെ കവാടമായ കാഞ്ഞിരപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള നൂർ ജുമാ മസ്ജിദ് എടപ്പള്ളി, അതിന്റെ മുൻപിലാണ്. ഇന്നത്തെ യാത്ര എടപ്പള്ളിയിൽ നിന്നും പൂതക്കുഴി വരെയുള്ള വിശേഷങ്ങളും കാഴ്ചകളും കുറച്ച് നുറുങ്ങ് കുസൃതി ചോദ്യങ്ങളുമായി നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇന്നത്തെ യാത്രയിലേക്ക് പോയാലോ? നമ്മുടെ തൊട്ടടുത്ത് ഒരു അണ്ണൻ നിൽപ്പുണ്ട്. അണ്ണനോട് തന്നെ വിശേഷങ്ങൾ ആദ്യമേ തന്നെ ചോദിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നാണ് അണ്ണന്റെ പേര്? എന്റെ പേര് കാസിമാണ്. എത്ര വർഷമായിട്ട് ഇവിടെ കാണുന്നത് കട? ഒരു 4 വർഷം കഴിഞ്ഞു ഇവിടെ. 4 വർഷം കഴിഞ്ഞു. ആരാ അക്കയാണോ? എന്റെ വൈഫ്. ഓ അത് ശരി. അപ്പൊ അണ്ണ നമ്മുടെ എടപ്പള്ളിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പറയാം, നമുക്ക് അറിയാവുന്നൊക്കെ പറയാം. അത് മതി, അറിയാന്ന് പറഞ്ഞാൽ. നല്ലൊരു മഹലാണ്. 500 കുടുംബം താമസിക്കുന്ന ഒരു മഹല്ല. 500 കുടുംബം അല്ലേ? 500 കുടുംബത്തോളുണ്ട്. പിന്നെ നല്ലൊരു ഏരിയ ഇവിടെ VIP താമസിക്കുന്ന നല്ല ഏരിയ അല്ലേ? സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ ഒരു 2-3 സഹോദരിമാരെ കിട്ടിയിരിക്കുകയാണ്. അവരോട് നമുക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് അവർക്ക് സമ്മാനം കൊടുക്കാം. ഉത്തരം പറഞ്ഞാലേ. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പേരെന്ന് പറയാമോ? പ്രവീണ. രഞ്ജു മഞ്ജു. എന്റെ പോലെ രഞ്ജു മഞ്ജു കുഞ്ചു എന്താ പറയുന്നത് കൊള്ളാല്ലേ? അപ്പൊ ചോദ്യം ചോദിക്കാം, സമയം കളയുന്നത്. ഇവർക്ക് അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുകയാണ്, അവിടെ സമയം കളയുന്നില്ല. ഓരോ പ്രാവശ്യം ചോദിക്കും തോറും മാറി വരുന്ന ഉത്തരവാണ്. ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ച് നോക്കുന്നേ. സമയം കറക്റ്റ് ഉത്തരം. എന്നാ ഇത്തരം നേരത്തെ അറിയാമായിരുന്നോ? മനസ്സിലായല്ലേ? അപ്പൊ കറക്റ്റ് ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ഒരു കിടിലൻ സമ്മാനമുണ്ട് കേട്ടോ. പ്രിയ പ്രേക്ഷകരെ, ചിറക്കടവിലുള്ള രഞ്ജു കറക്റ്റ് ഉത്തരം പറഞ്ഞേക്കുവാണ്. നമ്മൾ സമ്മാനം നൽകുവാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, കാഞ്ഞിരപ്പള്ളിയിലെ ഈ എടപ്പള്ളിയിലുള്ള പ്രസക്തമായ ഒരു ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. വാ. ഹലോ, നമസ്കാരം. എന്താണ് വിശേഷം? നല്ല വിശേഷം. മൊത്തം ഒരു കളർ ലൈറ്റുകളുടെ ഒരു പ്രപഞ്ചമാണല്ലോ ഇവിടെ. ഇത് കണ്ടോണ്ടൊന്ന് കയറുന്നത്. ഇതൊക്കെ ഒന്ന് കാണാലോ, വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് കയറിയതാണ്. പേരെന്നാ ചേട്ടാ? എന്റെ പേര് പയസ്. നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് എന്റെ പേര് ഉമേഷ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ സ്ഥാപനം നമ്മള് 20 വർഷമായി. 20 വർഷമായി അല്ലേ? അപ്പൊ ചേട്ടാ, നമ്മുടെ ഈ കളർ ലൈറ്റുകളുടെ, ഈ ഫാൻസി ലൈറ്റിന്റെ ഒക്കെ ഒരു വിശേഷങ്ങളൊന്ന് പറയാം. ഇവിടെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റുകളുണ്ട്, വാൾ ഫിറ്റിങ്ങുകളുണ്ട്, LED ലൈറ്റുകളുണ്ട്. പിന്നെ അതോടൊപ്പം നമുക്ക് വയറിംഗ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ അല്ലേ? ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. നമ്മൾ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്ന അല്ലേ? ഇതൊക്കെ ധാരാളം വില വരുന്നതായിരിക്കും. ഷോ ലൈറ്റുകളല്ലേ ഇതൊക്കെ? അതെ. ഇവിടുത്തെ ലേറ്റസ്റ്റ് മോഡൽ ലൈറ്റുകളാണ് ഇതൊക്കെ. അതല്ലേ? മോഡല് നല്ല ഭംഗിയുള്ള ലൈറ്റ്. അതെന്താ തൂക്ക് അത് 3 ലൈറ്റ് ഹാങ്ങിങ് എന്ന് പറയും. ഓ അത് ശരി. വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇത് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാട്ടാ? അത് എത്തിച്ചു കൊടുക്കുവാണോ? നമ്മള് സൈഡിൽ എത്തിച്ചു കൊടുക്കും. ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കും അല്ലേ? അത് ശരി. മറ്റെന്താ നമ്മുടെ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്? നമുക്ക് പിന്നീടുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ LED ഫിറ്റിങ്ങുകളാണ്. LED ഫിറ്റിംഗ്സുകളെല്ലാം ഉണ്ടല്ലേ? അത് ശരി. പിന്നെ ഗേറ്റ് ലൈറ്റുകള്, ഗേറ്റ് വരുന്നത്, ഗാർഡൻ ലൈറ്റുകള് എല്ലാം. ലൈറ്റുകൾ എല്ലാത്തരം ലൈറ്റുകളും ഉണ്ടല്ലേ? എല്ലാത്തരം ലൈറ്റുകളും ഉണ്ട്. നമുക്ക് ഇവിടെ ഇപ്പൊ സ്വിച്ച് ഐറ്റംസിൽ ലെഗ്രാൻഡ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമുക്കുള്ളത് അല്ലേ? മെയിൻ ആയിട്ട് നമ്മൾ ലെഗ്രാൻഡിന്റെ മൈലിംഗ് ഉണ്ട്, ലിങ്കസ് ഉണ്ട്, പിന്നെ ലെഗ്രാൻഡ് ആർട്ടിയർ, പിന്നെ വയറിംഗ് ഐറ്റംസ് നമുക്ക് ഫിനോളക്സ് ഉണ്ട്, പിന്നെ V-Guard ഉണ്ട്. മെയിനായിട്ട് ഫാൻസി ലൈറ്റ് ആണ് നമ്മൾ ഫാൻസി ലൈറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഫാൻസി ലൈറ്റ് തന്നെ ഹാങ്ങിങ് ഫിറ്റിങ്ങുകൾ, വാൾ ഫിറ്റിങ്ങുകൾ, LED ഫിറ്റിങ്ങുകൾ, അങ്ങനെയുള്ള ഐറ്റംസ്. കൂടുതലും LED ആണല്ലോ അല്ലേ? LED ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് നല്ല സെയിൽ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടല്ലേ? ഗോൾഡ് മോഡൽ 9 വാട്ട് LED ബൾബിന്റെ ഒരു സ്കീമാണ്. സുഹൃത്തുക്കളെ, ഞാനിവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് 9 വാട്ട് LED ബൾബിന് വെറും 5 എണ്ണത്തിന് വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അതും 1.5 വർഷം ഗ്യാരണ്ടിയോടെയാണ് തരുന്നത്. വേറെ എവിടെ കിട്ടും? ഇത് പോളിഗ്രാമിന്റെ BLDC ഫാനാണ്. ഇതിന് വെറും 3200 രൂപയേ ഉള്ളൂ. 4 വർഷം ഗ്യാരണ്ടി ഉണ്ട്. 4 വർഷം സ്റ്റാർട്ടിങ് 3200 രൂപ അല്ലെ? 3200 രൂപ. 4 വർഷം ഗ്യാരണ്ടി. 4 വർഷം ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഇതിന്റെ വുഡൻ ഫിനിഷ് ഉണ്ട്.
വുഡ് ആൻഡ് ഫിനിഷ് അല്ലേ? വുഡ് ആൻഡ് ഫിനിഷ്. ഇതിനൊരു 800 രൂപയുടെ കൂടുതൽ വരും. ഇതും 4 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. ഇതും പോളിക്യാബിന്റെ തന്നെ. പോളിക്യാബിന്റെ തന്നെ. ഓ അത് ശരി. ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഫാനാണ്. ഇതിന് വെറും 900 രൂപയേ ഉള്ളൂ. ഇത് നമുക്ക് മൊബൈലിന്റെ ചാർജറിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. 4 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും. നമ്മൾ കുട്ടികളൊക്കെ ഉള്ള റൂമുകളിലൊക്കെ രാത്രിയിൽ കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതെ കറണ്ട് പോയാലും നമുക്ക് അല്ലേ, കറണ്ട് പോയാലും കറണ്ട് 4 മണിക്കൂർ ഉണ്ടല്ലേ? 4 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. 4 മണിക്കൂർ. RRന്റെ സിപ്പെയർ എന്ന് പറയും. RRന്റെ സിപ്പെയർ എന്ന് പറയുന്നത്. RRന്റെ സിപ്പെയർ അല്ലേ? സിപ്പെയർ. ഇതെന്നാ സ്റ്റാർട്ടിങ് വിലയൊക്കെ? ഇതിന് 900 രൂപ ഉള്ളൂ. 900 രൂപ അല്ലേ? മൊബൈൽ ചാർജറിൽ നമുക്ക് ചാർജ് ചെയ്യാം. മൊബൈൽ ചാർജറിൽ നമുക്ക് ചാർജ് ചെയ്യാം. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കാറ്റ് പോയി കൊണ്ട് കിടക്കാം. പിള്ളേർക്കൊക്കെ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ടേബിളെ ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പ് ചെയ്ത് വെക്കാം. ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ശരി. എവിടെ വേണേലും നമുക്ക് ക്ലിപ്പ് ചെയ്ത് സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ട്രാവലിംഗ് ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോകാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ട്രാവൽ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോകാം. ഇത് നമ്മുടെ ഒരു വെറൈറ്റി LED ബൾബാണ്. വാട്സിന്റെ. ഇത് നമുക്ക് ഈ കടകൾക്കൊക്കെ, അതായത് ഫിഷ് മാർക്കറ്റുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ലൈറ്റ്. അപ്പൊ അത് നമുക്ക് ഇത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം, സീലിംഗ് കൊടുക്കാം, പല രീതിയിൽ കൊടുക്കാം. 50 വാട്ട്സ് ആണ്. 50 വാട്ട്സ്. നല്ല വെട്ടമായിരിക്കും. നല്ല വെട്ടോ. അത് ശരി. അതുപോലെ വീടുകൾക്ക് വേണേലും ഉപയോഗിക്കാം. ഇത് കൊള്ളാലോ. സോളാർ ലൈറ്റ് ആണോ ഇരിക്കുന്നല്ല? അത് തന്നെ. ഇത് സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഓ അത് ഇത് നമുക്ക് ഇങ്ങനെ പോസ്റ്റേ കൊടുക്കാം. കൊടുക്കും. ഇതിന് നമുക്ക് വയർ ആവശ്യമില്ല, കറണ്ട് ആവശ്യമില്ല, ഇലക്ട്രിസിറ്റി ആവശ്യമില്ല. ഇത് നമ്മൾ വെറുതെ ഫിറ്റ് ചെയ്താൽ മാത്രം നല്ല വെട്ട സന്ധ്യയാകുമ്പോൾ തന്നെ കത്തിക്കോളും. രാവിലെ ഓഫ് ആയിക്കോളും. നമ്മൾ വീട്ടിലില്ല എങ്കിലും ഓഫ് ചെയ്യാനും ഇല്ല എങ്കിലും ലൈറ്റ് സന്ധ്യയാകുമ്പോൾ ഓൺ ആകും, രാവിലെ ഓഫ് ആകും. ഓട്ടോമാറ്റിക് സിസ്റ്റം. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ ഗേറ്റ് ലൈറ്റും ഉണ്ട്. അടിപൊളി. ഇത് നമുക്ക് ഗേറ്റിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനും വയറിംഗ് ആവശ്യമില്ല, ഇലക്ട്രിസിറ്റി ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇത് റിമോട്ടിൽ നമുക്ക് ഇതിന്റെ കളറുകൾ മാറ്റാൻ പറ്റും. ഇത് ഈ സോളാർ ലൈറ്റ് നമുക്ക് പല കളറുകളിൽ കത്തിക്കാം. ഇതിപ്പോ നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ വരുവാണെങ്കിൽ അന്നേരം RGB മോഡ്, ഇത് RGB മോഡാണ്. ഈ RGB മോഡിൽ ഇടാം. പിന്നെ നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ വാം വൈറ്റ് മോഡിൽ കത്തിക്കാം, പിന്നെ ന്യൂട്രൽ വൈറ്റ് മോഡിൽ കത്തിക്കാം, പിന്നെ വൈറ്റ് മോഡിൽ കത്തിക്കാം, പിന്നെ RGB മോഡിൽ ഇടാം. ചേട്ടാ വളരെ സന്തോഷം. എല്ലാ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം പറഞ്ഞ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്നോണ്ട് വീണ്ടും കാണാം നമുക്ക്. പ്രേക്ഷകരെ, അപ്പോൾ ഫാൻസി ലൈറ്റുകളുടെ ഒരു ശേഖരം, ഒരു കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ ഗാലക്സിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫാൻസി ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വയറിങ്, മറ്റു എന്ത് കാര്യങ്ങൾക്കും ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. സുഹൃത്തുക്കളെ, എടപ്പള്ളിയിൽ നിന്ന് നമ്മൾ പൂതക്കുഴിയിലേക്കാണ് പോകുന്നത്. അതുവഴിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. നല്ല വെയിലാണ് കേട്ടോ. ടാങ്കർ ലോറികളൊക്കെ വരുന്നുണ്ട്. നല്ല ട്രാഫിക് ജാമാണ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. കടകളൊക്കെ കാണാനുണ്ട്. 2 സൈഡിലും ഇഷ്ടംപോലെ കടകളുണ്ട്. അവിടെ ഒരു ദിനോസറുണ്ട്. നമ്മുടെ 2000 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ജുറാസിക് പാർക്കിലൂടെ നമ്മൾ വിസ്മയിച്ച ദിനോസറാണ്. കണ്ടോ? ഒരു കെട്ടിടം പണി നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. ഫയർ സ്റ്റേഷൻ ആണ്, ഫയർ സ്റ്റേഷൻ്റെ ഓഫീസാണിത്. പിന്നെ മുത്താറ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുഴിമന്തിയുടെ ഷോപ്പ്. കുഴിമന്തി കഴിക്കേണ്ടതൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാം. കണ്ടോ? നോക്കിയാൽ കുഴിമന്തി കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ റാണി ഹോസ്പിറ്റലാണ്. അടുത്ത വളവ് കഴിഞ്ഞ് റാണി ഹോസ്പിറ്റലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഴ്ചകൾ അവിടെയാണുള്ളത്. ഇവിടെ കെട്ടിടങ്ങളൊക്കെ പണി തീരുന്നുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ, അടുത്ത വലിയ ഷോപ്പുകളൊക്കെയാണ് ഇവിടെ പണിയുന്നത്. കണ്ടെയ്നർ പോലെ കിടപ്പുണ്ട്. കാഴ്ച കണ്ട വലിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. റാണി ഹോസ്പിറ്റലിന് അവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഉണ്ടോ? ഇതാണ് റാണി ഹോസ്പിറ്റല്. ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ കാഞ്ഞിരപ്പള്ളിക്കാരൊക്കെ ഇപ്പം ഓടി വരുന്നൊരു ഹോസ്പിറ്റലാണ് റാണി ഹോസ്പിറ്റൽ. ഇവിടുത്തെ തൊട്ടടുത്ത് പച്ചക്കറി കടയുണ്ട്. കരിക്കും കൊലകൾ ഉണ്ട്. ഇതാണ് കരിക്കും കൊലകൾ. തേങ്ങാക്കുലകൾ ആടുന്ന പ്രധാനമാണ്. കാറ്റത്ത് കരിക്കും കൊലകൾ ആടുന്ന കാഴ്ചയാണ്. തണ്ണിമത്തനുകൾ, ആപ്പിള്, പേരയ്ക്ക, ഓറഞ്ച്, ആതളം എല്ലാം ഉണ്ട്. ചേട്ടാ നമസ്കാരം. പച്ചക്കറിയുടെ ഉണ്ട്.
അത്യാവശ്യം നല്ല തകതിപൂർത്തി കച്ചവടം നടക്കുവാണ് ഇവിടെ. എല്ലാം ഭായിമാരാണോ? നമ്മുടെ കേരളത്തിൽ മൊത്തം ഭായിമാരായിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യാനല്ലേ? തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. അല്ലാണ്ട് പിന്നെ വിശേഷമൊക്കെ? വിശേഷം ഒന്നുമില്ല. പേരെന്ന് പറഞ്ഞത്? പേര് ഇബ്രാഹിം. ഇബ്രാഹിം. പിന്നെ അണ്ണാ, നമ്മുടെ ഈ ഇവിടത്തെ കുറിച്ച് രണ്ട് അഭിപ്രായം, രണ്ട് വാക്കുകൾ പറഞ്ഞു. ഇവിടെ ഞാൻ വർഷത്തുങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. പിന്നെ ധൈര്യമായിട്ട് പറയാം, പ്രേക്ഷകരൊന്ന് കേട്ടോട്ടെ എല്ലാം പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ്? റാണി ആശുപത്രിയുടെ റാണിപ്പടിക്കൽ എന്നാണ് പേര്. റാണിപ്പടിക്കൽ. ഇപ്പൊ റാണിപ്പടിക്കലെ വിശേഷങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ 10 വർഷം കഴിഞ്ഞു. 10 വർഷമായിട്ട് കട നടത്തുന്നല്ലേ? അപ്പൊ ഈ റാണിപ്പടിക്കലെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ അനുഭവങ്ങളായിട്ടൊന്നും പറയാണ്ട് ഒന്നുമില്ല. പക്ഷെ നമുക്കിവിടെ ഇവിടെ കൊണ്ട് നമ്മള് ഇവിടെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു അനുഭവം തന്നെയാണല്ലോ. അത് തന്നെ ഒരു അനുഭവം അല്ലേ? വളരെ നന്ദി. അപ്പം ചേട്ടൻ കടയടച്ചു. പേരെന്ന് പറഞ്ഞു? എന്റെ പേര് നജീബ്. നജീബ്. അപ്പം എത്ര വർഷമായിട്ട് ഇവിടെ നടത്തും? ഞാനിപ്പോ ഒരു 5 വർഷമായിട്ട്. നേരത്തെ അടച്ചു പോവാണ് അതോ ഈ സമയം 6 മണി വരെ ഉള്ളൂ. 6 മണി വരെ? 6 മണിയാകുമ്പോ അടച്ചിട്ട് പോകും. എന്തൊക്കെയാണ് ഇവിടുത്തെ? ചെടിച്ചട്ടി ഐറ്റം എല്ലാം ഉണ്ട്. ചെടിച്ചട്ടി മാത്രമേ ഉള്ളൂ? മാത്രമേ ഉള്ളൂ, വേറെ ചെടിച്ചട്ടി, വളവ്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം. ചെടിച്ചട്ടിയും വളമെല്ലാം ഉണ്ടല്ലേ? എവിടെ താമസിക്കുന്നത്? ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഈ ഇവിടുത്തെ റാണിപ്പടിയെ പറ്റി ഒരു നല്ല റാണിപ്പടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ നല്ല നല്ല ഫ്രണ്ട്സുകൾ ഇവിടെ വരും. കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇവിടെ ഇരിക്കും, ചായ കുടിക്കും. അങ്ങനെയൊക്കെ നല്ല എല്ലാവരും മട്ടം കൂടി ഇവിടെ വന്ന് വരുന്നു, വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അത് അനിയച്ചാരാ പച്ചക്കറി കട നടത്തും. അവിടെ ഞങ്ങളത് കണ്ടായിരുന്നു. അവിടെ ഇത് പിന്നെ എന്റെ ഒരു മാമയാ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി നിന്ന് മുണ്ടക്കയം പോകുന്ന വഴിക്ക് റാണി ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള ടാസ് ബേക്കറിയുടെ മുൻപിലാണ്. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ബാ. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഉള്ളിവടയുണ്ട്, ബോണ്ടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, ഏത്തക്കാപ്പം ഉണ്ട്, സമൂസയുണ്ട്, പത്തിരിയുണ്ട്, പപ്സ്, എല്ലാ ഐറ്റവും. ആഹാ, കേക്കിന്റെ ഒരു കളക്ഷൻ ആണല്ലോ ഇവിടെ. എല്ലാവിധ കേക്കുകളും ഉണ്ടല്ലോ. വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി, പീസ് കേക്കുകളുണ്ട്, ചോക്ലേറ്റ് ഇരിപ്പുണ്ടല്ലോ, കിറ്റ്കാറ്റ് ചോക്ലേറ്റ് ഉണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ലൊരു AC ഒക്കെ ഇട്ട് നല്ലൊരു കൂളായിട്ടാണ് നമുക്ക് റിലാക്സ് ചെയ്യാം. അപ്പം തൊണ്ടയിൽ ചെറിയൊരു കിച്ചുള്ളതുകൊണ്ട് നാരങ്ങ വെള്ളം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമുക്ക് ചായ കുടിക്കാം. ഇവിടുത്തെ സ്പെഷ്യലി ചായയാണ്. ചായയും ഒരു കടിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് നോക്കാം, നിങ്ങളെ കാണിക്കാം. അപ്പോൾ ചായ റെഡി. ചായ കുടിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചായ നല്ല ടേസ്റ്റിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സ്പെഷ്യലാണ് കേട്ടോ, സ്പെഷ്യൽ ചായ തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്കിവിടെ. ഇതാണോ സബോള വട, ഏത്തക്കാപ്പം. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. സൂപ്പർ കൊള്ളാം. സുഹൃത്തുക്കളെ, ഏത്തക്കാപ്പൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. ഉള്ളിവിടെ എല്ലാം അത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ചായയൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. പക്ഷേ നമ്മൾ ഈ കിഴക്കൻ മേഖലയിലൊക്കെ യാത്ര പോകുന്നത് ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു പ്ലേസാണ് നമ്മുടെ ഈ ടാസ് ബേക്കറി. അപ്പോൾ ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കുക നല്ലൊരു രസമാണ്. ചായ നല്ല സൂപ്പറാണ്, അടിപൊളി ചായയാണ്. അപ്പോൾ ഇതുവഴി വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടാസ് ബേക്കറി വന്ന് അത് ടേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നാരങ്ങാവെള്ളം ഓർഡർ ചെയ്തത് ഇരിപ്പുണ്ട്. അത് ഞാൻ കുടിക്കുന്നില്ല, നമ്മുടെ കൂട്ടുകക്ഷിയുണ്ട്, അത് കുടിക്കും. എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
ആഹാ, ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ആപ്പിള്, ഓറഞ്ച്, പൈനാപ്പിള് ഇതെല്ലാം ഉള്ളതാണോ സീസൺ? എല്ലാം ഉള്ള സീസൺ അനുസരിച്ച്. പിന്നെന്താ സ്മൂത്തീസും എല്ലാം ഉണ്ടല്ലോ. ആംഗ്യോമാനിയ പിന്നെ ബാലരമയ, പിന്നെ അത് ബനാന രമ. ഓ, ബ്ലൂബെറി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ. സ്പെഷ്യൽ ഷേക്ക് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ഫലൂഡാസ് ആണ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഓ അത് ശരി. റോയലിന്റെ ചോക്ക ഉണ്ട്. KL34 അതുകൊണ്ടോ? നമ്മുടെ സ്പെഷ്യൽ അല്ലേ? ടാക്സ് ബേക്കർ സ്പെഷ്യൽ അല്ലേ KL34? ഫ്രൂട്ട് സാലഡ് ക്ലാസിക്. ടാസ്ക് സ്പെഷ്യൽ എഴുതിയേക്കുന്നത് ഫ്രൂട്ട് സലാഡ് നമ്മുടെ ബേക്കറിയുടെ സ്പെഷ്യൽ ഐറ്റം അല്ലേ. ഓ അത് ശരി. മൊജിറ്റോസ് ഉണ്ടല്ലേ, ഇങ്കുവ, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, ബ്ലൂബെറി എല്ലാ ഐറ്റംസും ഉണ്ട്. അത് ലൈംസ് ഉണ്ട്. ആഹാ, കൊള്ളാം, അടിപൊളി. അപ്പം പ്രഷറെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മുടെ ടാസ്ക് ബേക്കർ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് KL34. അത് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ഒരു ടാസ്ക് സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്കൊരു ഓർഗാനിക് ഹെൽത്തി ഗ്രീൻ ടീ ഉണ്ട്. അത് ഇവിടുത്തെ ടാസ്ക് ബേക്കറുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ആഹാ, ഇവിടെ ഗണ്ണൊക്കെ ഉണ്ട്, നോക്കിയേ. അപ്പൊ ഇവിടെ വന്ന് ബില്ല് പേ ചെയ്യാത്തവരെ വെടി വെച്ചിടും ടാസ്ക് ബേക്കറിക്ക് കേട്ടോ. ഹലോ, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? എന്താ പേര്? എന്റെ പേര് ജോസ് എന്നായിരുന്നു. ഇൻചാർജ് ആയിട്ടുള്ള അല്ലേ? കേക്ക് എല്ലാം വരുന്നുണ്ട്, വെറൈറ്റീസ് അല്ലേ? ഓ അത് ശരി. അതായിരുന്നു പറയാം അതിനകത്തെ കാര്യങ്ങളൊക്കെ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ½ kg സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് തൊട്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട്. വരുമ്പോഴത്തേനും 450 rupees വരുന്നുള്ളൂ. സ്റ്റാർട്ടിംഗ് 450 തൊട്ട് 450 രൂപ സ്റ്റാർട്ടിങ്. ഓ അത് ശരി. നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. ഫോട്ടോ പ്രിന്റ് വേണമെങ്കിൽ ഫോട്ടോ പ്രിന്റ് ഓർഡർ അനുസരിച്ച് എടുത്ത് കൊടുക്കും. പേരൊക്കെ എഴുതി നമ്മൾ കൊടുക്കും. റെഡ്, അത് റെഡ് വെൽവെറ്റ് ഉണ്ട്. റെഡ് വെൽവെറ്റ് 1 kg ആണ് അതിരിക്കുന്നത്. 1 kg ആണോ? ½ kg റെഡ് വെൽവെറ്റ്. അതിന്റെ റേറ്റ് ഒന്ന് പറയാമോ? അത് വരുമ്പോൾ തന്നെ 550 ആവത്തുള്ളൂ. ഇത് നമുക്ക് ചോക്കോ റെഡ് ബീ എന്ന് പറയുന്ന ഒരു ഫ്ലേവർ ആണ്. വെൽവെറ്റിന്റെ ബേസിൽ ചോക്ലേറ്റും കൂടെ ഫിൽ ചെയ്താൽ അത് നമുക്ക് 600 rupees ഉള്ളൂ. അത് ½ kg ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് എല്ലാവർക്കും ഒത്തിരി കേക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫംഗ്ഷന് മാത്രമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന സ്പെഷ്യൽ എന്താ വേറെ കേക്കിന്റെ ഐറ്റംസ് ഉള്ളത്? പിന്നെ കേക്ക് നമുക്ക് എല്ലാ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് 32 വെറൈറ്റീസ് പ്ലസ് കേക്ക് ഉണ്ട്. പിന്നെ സാധാ കേക്ക് ആണെങ്കിൽ ബീട്രൂട്ട് കേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. നമ്മുടെ ബീട്രൂട്ട് കേക്ക് ആണ്. അതാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലല്ല, ഇത് 1 kg ബീട്രൂട്ട് കേക്ക് ആണ്. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണല്ലോ. ഇത് അത്യാവശ്യം നല്ല ഓർഡർ ഉള്ളതല്ലേ? ബീട്രൂട്ട് കേക്ക്. പിന്നെ നമുക്ക് പുഡിങ്സ് ഉണ്ട്. പുഡിങ്സ് അല്ലേ? പുഡിംഗ് വരുമ്പോഴത്തേനും ടെൻഡർ കോക്കനട്ട് ഉണ്ട്, കാരമൽ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. പുഡിംഗ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത്. നമ്മൾ തന്നെ ചെയ്യുന്നത്. 120 ml ആണ്. കോക്കനട്ട്, ചോക്ലേറ്റ്, കാരമൽ, കസ്റ്റർഡ്. നമുക്ക് നാടൻ പലഹാരങ്ങളായിട്ട് ഇലയുടെ ഉണ്ട്, വട്ടയപ്പം ഉണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യണതാണ്. ഇലയട, വട്ടയപ്പം എല്ലാം നമ്മുടെ ആണല്ലേ? ഓ അത് ശരി. ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഐറ്റംസ് ആണ് നല്ലത്. പിന്നെ ബ്രെഡ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബ്രെഡ്. ഓ ബ്രെഡിനകത്ത് നമുക്ക് മിൽക്ക് ബ്രെഡ് ഉണ്ട്, വീറ്റ് ബ്രെഡ് ഉണ്ട്, ബട്ടർ ബ്രെഡ് ഉണ്ട്. ഓ അത് ശരി. വൈനൊക്കെ എടുപ്പുണ്ടല്ലോ. വൈൻ ഉണ്ട്. അത് ഇമ്പോർട്ടഡ് വൈനാണ്. അത് ശരി. അത് ഫ്രീസറിൽ എപ്പോഴും കൂൾ ചെയ്ത് വെക്കേണ്ട ഒരു കൂൾ ചെയ്തിരിക്കണം അല്ലേ? ഓ അത് ശരി. വൈനൊക്കെ എന്നാ? അത് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 550 തൊട്ട് മുകളിലോട്ടാണ്. 550 തൊട്ട് മുകളിലോട്ട്. ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. എല്ലാ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, കിറ്റ്കാറ്റ് എല്ലാം ഉണ്ടല്ലേ? അത് നമ്മുടെ ഒരു ചൈനീസ് ഓറഞ്ചിന്റെ ഒരു കോൺസെൻട്രേറ്റ് നമ്മൾ ചെയ്തേക്കുന്ന. ചൈനീസ് ഓറഞ്ചിന്റെ ബ്രാൻഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ഷെൽഫ് ലൈഫ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നല്ലേ? അപ്പം ഇവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി തന്ന ഒരുപാട് നന്ദിയുണ്ട്. പ്രഷറെ ജോസാണ് ഇവിടുത്തെ ഇൻചാർജ്. ജോസ് എത്ര നാളായി ബേക്കറിയിൽ? ഞാനിപ്പോ ആക്ച്വലി എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. ഞങ്ങളിപ്പോ തേർഡ് ജനറേഷൻ ആണ്. ഓപ്പൺ ചെയ്തിട്ട് 4 മാസം 5 മാസം ആയതേ ഉള്ളൂ. 5 മാസം ആയതേ ഉള്ളൂ. കായംകുളം ഓപ്പൺ ആയിട്ട് 6 years ആയിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരാണ്. അന്ന് ബോർമ എവിടെ? എല്ലാം മുണ്ടക്കത്താണ് ബോർമ അല്ലേ? താങ്ക് യു. അപ്പൊ പ്രഷറെ, അപ്പം നമ്മുടെ എന്താവശ്യങ്ങൾക്കും ടാസ് ബേക്കറിയുമായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ നമ്മുടെ കൊടുക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, പുഡിങ് തന്നെ 4 വിധ ഐറ്റംസുകളാണ് നമുക്കിവിടെ ലഭ്യമായത്. അതുപോലെ തന്നെ കേക്ക്, എല്ലാ ഫ്ലേവറുകളും കേക്കുണ്ട്. 1/2 കിലോ മുതൽ കേക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ഏത് ഐറ്റംസ് ആണെങ്കിലും ആവശ്യമുള്ളവർ
ടാസ്റ്റ് ബേക്കറിയുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ടാസ്റ്റ് ബേക്കറിലെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? മറ്റൊരു പ്രത്യേകതയും കൂടെ ഞാനിവിടെ കണ്ടു. ദൂരെ യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാനും യൂറിനറി സൗകര്യങ്ങളും ഇവിടെ മേളത്തെ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ റാണി ഹോസ്പിറ്റലിന്റെ എതിർവശത്ത് അലൻ ഹാർബർ കണ്ണാശുപത്രിയുടെ മുമ്പിലാണ്. കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില തിരിച്ചറിയൂ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ വന്നു, അത് ചെയ്തു, അതിൻ്റെ ഗുണമെന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്കും ഉണ്ടാകും. കാണാം, വാ. പ്രേക്ഷകരെ, കണ്ണടകളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ പോയി മൊത്തം ഒന്ന് കണ്ടു മനസ്സിലാക്കാം. മൊത്തം ഗ്ലാസ്സാണ് കേട്ടോ. ഗ്ലാസിൻ്റെ തന്നെ ഒരു ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നോക്കിയാൽ റേബാൻ ഗ്ലാസ് ഉണ്ട്, റേബാൻ, പോലീസ് സ്പെക്സ് ഉണ്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. നിക്കോണ്, എസിലോറ് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് ഇവിടെ മൊത്തം. ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം നോക്കിയേ, കളറ്, കൂളിംഗ് ഗ്ലാസ്സുകൾ, എല്ലാ ഗ്ലാസിൻ്റെ എല്ലാ വെറൈറ്റി ഐറ്റംസുകളും നമുക്കിവിടെ ഉണ്ട്. ഇന്റർനാഷണൽ ബ്രാൻഡ് ലെൻസുകൾ അലൻ ആൻഡ് ഹാർബറിൽ ലഭ്യമാണ് കേട്ടോ. ഇതുണ്ടോ, റേബാൻ്റെ ഗ്ലാസ് ആണ്. ഒന്ന് വെച്ച് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് ലുക്കല്ലേ? മാഡം നമസ്കാരം. നമസ്കാരം. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ കളക്ഷൻസും ഇവിടുത്തെ മൊത്തം ധാരാളം ഫ്രെയിംസുകളെല്ലാം കണ്ടു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എന്തെല്ലാം ആണെന്നൊന്ന് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താമോ? എല്ലാം വിശദമായിട്ടൊന്ന്. ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പെഷ്യലാണ്. എല്ലാം സ്പെഷ്യലാണല്ലേ? ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ളതും നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് അഫോർഡബിൾ റേറ്റിനും നമുക്ക് ഫ്രെയിം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലെൻസും അവൈലബിൾ ആണ്. നമുക്ക് കാണാം, ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിരിക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള എല്ലാ ഫ്രെയിംസും കാണിക്കാം. റെയ്ബാൻ ഉണ്ട്, കരേര ഉണ്ട്, പോലീസ് ഉണ്ട്, അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈക്കി ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡഡ് ഇത് ഷെല്ലാണ്, ഷെൽ ഫ്രെയിംസ് ആണ്. ഷെല്ലുണ്ട്, മെറ്റൽ ഫ്രെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ റിംലെസ് ഉണ്ട്. ഏത് നമുക്ക് കസ്റ്റമറിന് ഏത് വേണോ അതനുസരിച്ചുള്ള എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് റെറ്റിന ക്ലിനിക് ഉണ്ട്, മയോപ്പി ക്ലിനിക് ഉണ്ട്, കാറ്റാക്ട് സർജറി ചെയ്യുന്നുണ്ട്. സർജറി എല്ലാം എല്ലാ സേവനവും. താഴെ ഇവിടെ വെക്കണം. താഴെ ഇവിടെ വെക്കുമല്ലോ. ഓ അത് ശരി. നെറ്റ് ഇവിടെ ചേർത്ത് വേണം. ഇപ്പം നമ്മൾ കണ്ണിൻ്റെ പ്രഷർ നോക്കാൻ പോവാം. സാറിൻ്റെ നെറ്റി ഇവിടെ ചേർത്ത് വെക്കണം. അവിടെ ഒരു പച്ച ലൈറ്റ് കാണും, ലൈറ്റിലോട്ട് നോക്കി നേരെ നോക്കിയിരുന്നാൽ മതി കേട്ടോ. നെറ്റി ഇവിടെ ചേർത്ത് വെച്ചു. സ്വല്പം താടി ഇച്ചിരി പുറകിലോട്ട്. ലൈറ്റ് കാണുന്നുണ്ടോ അവിടെ? ആ ലൈറ്റിലോട്ട് നോക്കിയിരുന്നോ കേട്ടോ. കണ്ണിനകത്തോട്ട് ഒരു കാറ്റ് വന്ന് തട്ടും, പേടിക്കണ്ട. കണ്ണിന്റെ പ്രഷർ നോക്കുന്ന.
ഇനി മറ്റേ കണ്ണിന്റെ നോക്കാമേ. അവിടെ വെച്ച് ഉറപ്പിച്ച് വെച്ച് ആ ലൈറ്റിലോട്ട് നോക്കിക്കോ. ഒരു കാറ്റ് വന്ന് തട്ടും. സ്വല്പം തല ഇറക്കി വെച്ച് ഇപ്പം നമ്മൾ കണ്ണിന്റെ പവർ നോക്കാൻ പോവാം. കാഴ്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം കേട്ടോ. ഞാനിത് ഈ ഫ്രെയിം വെക്കുവാണേ. എന്നിട്ട് സാറ് നേരെ അവിടെ ഒരു ചാർട്ട് കാണുന്നുണ്ടല്ലോ, ആ ചാർട്ടിനകത്ത് കാണുന്ന നമ്പേഴ്സ് എനിക്കൊന്ന് വായിച്ചു തരാമോ? ഇപ്പൊ വായിച്ചു. 7 9 ഇപ്പം 9 3 6 ഇപ്പം 4 7 2 3 6 ഇപ്പം 4 6 3 9 5 ഇപ്പം 4 7 3 9 2 ഇപ്പം 3 6 2 7 5 3. ഓക്കെ. ഇനി മറ്റേ കണ്ണ് നോക്കുവാണേ. ഇപ്പോഴോ 6 2 7 5 3 ഇപ്പം 4 3 2 5 9. ഇപ്പൊ രണ്ട് കണ്ണും തുറന്നാ കാണുന്നേ. രണ്ടും നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അവിടെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ സാറിന്റെ ദൂരക്കാഴ്ച നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഇപ്പൊ ദൂരെ കാണാൻ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ചാർട്ട് ഒന്ന് പിടിക്കാവോ? ജോലി ചെയ്യുന്ന ദൂരത്തിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ആ ഏത് ദൂരത്തിലാണോ അടുത്തേക്ക് കാണണ്ടേ ആ ദൂരത്തിൽ ഇതൊന്ന് പിടിക്കണം. സാറിന് വേണ്ട ഡിസ്റ്റൻസിൽ. എന്നിട്ട് ഈ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുമോ നോക്കാവൂ? വായിക്കാൻ പറ്റുന്നുണ്ട്. വായിക്കാം. ഇപ്പൊ ഞാൻ ഇടത് കണ്ണ് അടച്ചു വെച്ചു. വലത് കണ്ണില് ഈ ചെറിയ അക്ഷരങ്ങളൊന്ന് വായിച്ച് ഈ ലാസ്റ്റത്തെ കുഞ്ഞു അക്ഷരങ്ങൾ ചെറുത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒരക്ഷരം ഇത് ഇത്രയും അകത്തി പിടിക്കണ്ട. സാധാരണ നമ്മൾ നോർമൽ റീഡിംഗ് ഡിസ്റ്റൻസ് ഇങ്ങനെയാണ്. കാണാൻ പറ്റുന്നുണ്ട്. ഇനി അവിടെ തന്നെ നോക്കിക്കോ. ഇപ്പോഴാണോ സാറിന് നന്നായിട്ട് കാണുന്നത് അതോ ഇപ്പോഴാണോ? ഇപ്പൊ നല്ലപോലെ കാണാം കേട്ടോ. നല്ല വ്യക്തമായിട്ട് കാണാം. ചെറിയ അക്ഷരങ്ങൾ നല്ലപോലെ ക്ലിയർ ആയി. ഇത് എടുക്കുമ്പോ ചെറിയ മങ്ങലല്ലേ? ഇത് വെച്ചാൽ ക്ലിയർ ആയിട്ട് കാണാലോ. ഇനി ഞാൻ വലത് കണ്ണ് അടച്ചു വെക്കുവാണ്. ഇടത് കണ്ണില് ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇടത് കണ്ണില് അത്യാവശ്യം വായിക്കാന്നേ ഉള്ളൂ എന്നാ മങ്ങല. ഈ ചില്ല് ഞാൻ വെക്കുമ്പോ കുറച്ചും കൂടെ ക്ലിയർ ആയോ? നന്നായിട്ട് കാണാം. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണാലോ. ഇനി ഞാൻ ഇതും കൂടെ എടുക്കും. ഇപ്പൊ രണ്ട് കണ്ണും തുറന്നാണ് സാറ് കാണുന്നത്. ക്ലിയർ ആയിട്ട് കാണാലോ. ചെറിയ അക്ഷരങ്ങൾ കാണാൻ ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഞാൻ ഈ ഫ്രെയിം ഒന്ന് മാറ്റുക. ഇപ്പൊ കാണുന്നതും ഇത് വെച്ചിട്ട് കാണുന്ന വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ നല്ല ക്ലിയർ ആണല്ലോ. അപ്പൊ വെള്ളെഴുത്തിന്റെ തുടക്കമായിട്ടുണ്ട്. അടുത്തേക്ക് കാണാനായിട്ട് കണ്ണട വെച്ചാലാണ് ചെറിയ അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? ദൂരെ കാഴ്ചക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അടുത്ത് കാണാൻ കണ്ണടയുടെ ആവശ്യമുണ്ട്. ഇവിടെ വരെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ചെറിയൊരു പ്രശ്നം മനസ്സിലായത്. ഡോക്ടറോട് ചോദിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇരിക്കും. എന്താ കണ്ണിന് ബുദ്ധിമുട്ടുള്ള? കണ്ണിന് ജസ്റ്റ് ഇവിടം വരെ വന്നപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അന്നേരമാണ് ചെറിയൊരു പ്രോബ്ലം മനസ്സിലായത്. കണ്ടൊരു ചെറിയ പവർ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഒരു ചെറിയൊരു പവറിന്റെ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ കണ്ടതെന്താന്ന് വെച്ചാല് നമുക്ക് ദൂരെ കാഴ്ചക്ക് യാതൊരു പ്രശ്നവുമില്ല. വായിക്കാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണിച്ചു. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതായത് അത് നമുക്ക് നോർമലി എല്ലാവർക്കും വരുന്നതാണ്. ഒരു 38 വയസ്സ് കഴിയുന്നതോടെ വെള്ളെഴുത്ത് തുടങ്ങുന്നുണ്ട്. വെള്ളെഴുത്ത് എന്ന് പറയുന്നത് അതൊരു നോർമൽ പ്രതിഭാസം. അത് പ്രായമാകുമ്പോൾ എല്ലാവർക്കും വരുന്നത്. നമ്മുടെ മസിലിന്റെ പവർ ഇച്ചിരി കുറയുന്നുണ്ട്. നമുക്ക് അടുത്തോട്ട് കാണാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതൊരു 38 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. 40+ ഒക്കെ ആകുമ്പോഴാണ് നമുക്കതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പം നമ്മള് പക്ഷെ തുടക്കത്തിൽ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ അങ്ങ് വായിക്കുന്നു. പിന്നെ ചില സമയത്ത് സന്ധ്യയൊക്കെ ആകുമ്പോൾ നമുക്ക് വായിക്കാൻ എടുക്കുമ്പോൾ ഒരു ചെറിയ സ്ട്രെയിൻ തോന്നാറില്ലേ? അത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇച്ചിരി വെട്ടത്തോട്ടൊന്ന് മാറ്റി പിടിക്കും, ഇച്ചിരി ഒന്ന് അകത്തി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. 1-2 വർഷം കൂടെ ഒക്കെ നമ്മളിങ്ങനെ അകത്തിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് കഴിയുമ്പോൾ അകത്തുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു ബാങ്കിലൊക്കെ ചെന്നു പെട്ടെന്ന് ഒപ്പിടാനൊക്കെ എടുക്കുമ്പോഴത്തേന് അവിടെയൊക്കെ വെട്ടം കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒപ്പിടാനൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു തപ്പല.
പിന്നെ കുത്താൻ ചിലപ്പോൾ പ്രശ്നം വരാറുണ്ട്. ഓക്കെ. അതുപോലെ നമ്മളിപ്പോ ഒരു വില ടാഗ് ഒക്കെ പ്രൈസ് ടാഗ് നോക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കാൻ ചെറിയ പ്രിന്റ് ഒക്കെ നോക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊന്ന് ടോർച്ച് അടിച്ച് നോക്കേണ്ട വരും, അല്ലെങ്കിൽ നകത്തി പിടിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്തൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ വരുന്നില്ലേ? അതാണ് അത് ഈ വെള്ളയെഴുത്ത് തുടങ്ങുന്നതിന്റെ ആരംഭം, സ്റ്റാർട്ടിങ് ആണ്. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പിന്നെ നമ്മളത് ഗ്ലാസ് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിയർ വർക്ക് ചെയ്യാൻ പറ്റും. ദൂരെ കാഴ്ചക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഗ്ലാസ് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓക്കെ. വേറെ കണ്ണിന് അസ്വസ്ഥതയായിട്ടൊന്നും നേരെ എന്റെ നെറ്റിയിലോട്ട് നോക്കിയാൽ കണ്ണൊക്കെ കുറച്ച് വരണ്ടിരിക്കുന്നല്ലോ, ഡ്രൈ ആയിട്ടിരിക്കുന്നു. ഫോൺ ഉപയോഗം കൂടുതലോ അങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗം കൂടുതലോ അങ്ങനെ വരുന്നുണ്ടോ? സ്ക്രീൻ ടൈം ഒക്കെ കൂടുന്നുണ്ട് അല്ലേ? കണ്ണ് കുറച്ച് വരണ്ടായിരിക്കുന്നേ. അത് നമ്മുടെ കാലാവസ്ഥയുടെ കൊണ്ടൊക്കെ വരാം. പിന്നെ സ്ക്രീൻ ടൈം ഒക്കെ കൂടി കഴിഞ്ഞാലും ഒക്കെ കണ്ണിന് ഇച്ചിരി ഡ്രൈനെസ് പോലെയൊക്കെ വരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്. ഇടയ്ക്ക് ഒന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്യണം. അതുപോലെ തന്നെ നേരെ സൂക്ഷിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിക്കണം. പിന്നെ പച്ചക്കറി ഇലക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ട് കൂടുതലുണ്ടെങ്കിൽ ഡ്രോപ്സ് തരാം. തുള്ളിമരുന്ന്, കണ്ണിന് തണുപ്പിനായിട്ടുള്ള തുള്ളിമരുന്നുകൾ വേണമെങ്കിൽ ഒഴിക്കാം. പുറമേ നോക്കിയതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു 40 വയസ്സ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വർഷത്തിലൊരിക്കൽ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ്. ഇതൊക്കെ പ്രായം കൂടുമ്പോഴാണ് ഓരോ അസുഖങ്ങളൊക്കെ വരുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? ഒരു 40+ ആകുമ്പോൾ നമ്മൾ ഷുഗറും ഒക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ കണ്ണിന്റെ പവറിലും ഒക്കെ പെട്ടെന്ന് വ്യത്യാസം വരാം ഷുഗറുകാർക്ക്. അതുകൊണ്ട് അതൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ എല്ലാ അൽനഹ ഹാർബറിന്റെയും ജനറൽ മാനേജരും ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായ ശ്രീ CC വർഗീസ് സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞാനിവിടെ വന്ന് ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യലിറ്റീസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി. എന്നെ നല്ല രീതിയിൽ ഇവർ കെയർ ചെയ്തു, എല്ലാം കാണിച്ചു തന്നു. കൂട്ടത്തിൽ ഞാനും എൻ്റെ കണ്ണും പരിശോധിക്കാൻ പറ്റി. അതിൻ്റെ ഇത്ര നാൾ ഞാനത് ചെയ്യാഞ്ഞതിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്കും അത് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാറിൻ്റെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അൽനഹ ഹാർബറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായിട്ട് കേരളത്തിൽ മിക്ക ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. 22ഓളം ഔട്ട്ലെറ്റുകൾ, ഓപ്റ്റിക്കൽ ഔട്ട്ലെറ്റുകളുണ്ട്. 5ലധികം ഹോസ്പിറ്റലുകളുണ്ട്. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിൽ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ ഏറ്റവും ആധുനികമാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. 2015 പേട്ട ജംഗ്ഷനിൽ തുടങ്ങിയ ഹോസ്പിറ്റലാണ്. ധാരാളം ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ പാർക്കിങ്ങും മറ്റു അസൗകര്യങ്ങളായി. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു ബിൽഡിംഗ് ഞങ്ങൾ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ പറയുന്ന KCT കെട്ടിടം കിട്ടിയത്. ധാരാളം ആളുകൾക്ക്, ഒരു 100 പേര് വന്നാൽ പോലും അവർക്ക് പാർക്കിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സൗകര്യങ്ങൾ, ആധുനികമായ ഏറ്റവും നല്ല മോഡുലാർ തിയേറ്റർ, മറ്റ് ഏറ്റവും നല്ല ഫേക്കൽ സർജന്, നല്ല പ്രഗത്ഭരായ 2 ഡോക്ടേഴ്സ്, റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഇതെല്ലാം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കാഞ്ഞിരപ്പള്ളിയിലുള്ള ആളുകൾക്ക് ഒരു കണ്ണിനെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധികളുണ്ടായാലും അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ വിശ്വാസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീർച്ചയായും നമ്മൾ വെളിയിൽ പോകണ്ട. അപ്പം വളരെയധികം നന്ദി സാറേ. സാറിന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് തന്നതിന്, ഞങ്ങളെ പ്രേക്ഷകരോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനും ഒരുപാട് നന്ദി. അപ്പം പ്രേക്ഷകരെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ അൽനഹ ഹാർബറിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാഞ്ഞിരപ്പള്ളിക്കാർക്ക് മാത്രമല്ല, സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ അൽനഹ ഹാർബറിന്റെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടട്ടെ. പുതിയതായിട്ട് വന്ന കടകളൊക്കെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇതെല്ലാം അടുത്ത് നമ്മൾ പൂതക്കുഴിയിലോട്ട് പോവാണ്. ഗ്യാസ് ലോഡ് കയറ്റുന്നതാണ് കാണുന്നത്. വണ്ടിയൊക്കെ ഓണടിച്ച് തകർത്താ വരുന്നത്. കുട്ടിക്കാനം പോകാൻ 34 കിലോമീറ്റർ. അപ്പോൾ അടുത്ത് പൂതക്കുഴി ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ലോറികളെ, കണ്ടെയ്നറുകളൊക്കെ കിടക്കുന്ന കണ്ടോ. കേരള ട്രാൻസ്പോർട്ട് ചങ്ങനാശ്ശേരി വണ്ടി വരുന്നു. ഒത്തുകൂട്ടന്മാർ വരുന്നു. എന്തോ പണി നടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ റോഡ് കലുങ്കിന്റെ പണി നടക്കുവാണ് നമ്മളിവിടെ പൂതക്കുഴി ഭാഗത്ത്. ട്രാഫിക്, വണ്ടികളെല്ലാം ട്രാഫിക്കിൽ കിടക്കുന്നു.
ഇവിടെ ഉണ്ട് കേട്ടോ കുഴിമന്തി, ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ ഫൺസി കുഴിമന്തി. സുഹൃത്തുക്കളെ, പൂതക്കുഴിയിലുള്ള ഒരു അടിപൊളി തട്ടുകടയും ബജ്ജിക്കടയും നമുക്ക് കാണാം. വാ, നല്ല ചൂട് സാധനങ്ങളാണ് കേട്ടോ. നല്ല പഴംപൊരി, സുഖിയന്, ബോണ്ട, ഉള്ളിവട, മുട്ട ബജ്ജി, മുളക് ബജ്ജിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് സാധനം അല്ലേടാ. ഇവിടെ ചായ അടിക്കുന്നുണ്ട്, ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. അത് ചിക്കനൊക്കെ കോരിയെടുക്കുക. പൊറോട്ട അടിക്കാനായിട്ട് മാവ് കുഴച്ച് വെച്ചേക്കുന്നതാണ് ചേട്ടോ. ആ, ഒന്ന് കൈപൊക്കി കാണിച്ചേക്ക്. സുഹൃത്തുക്കളെ, പൂതക്കുഴിയിൽ നിന്നുള്ള ഒരു അണ്ണനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അണ്ണ പേരെന്ന് പറഞ്ഞു? സെയ്ദ് മുഹമ്മദ്. ഏത് മുഹമ്മദ്? ഈ പൂതക്കുഴിയെ കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ. പുതുക്കുഴി എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാം വലിയ ഒരു ഇതിലാതെ കിടക്കുകയായിരുന്നു. വലിയ ഇപ്പം എല്ലാം നല്ല കടകളും കച്ചവടങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും കൂടി അതുപോലെ നല്ല സൗകര്യമൊക്കെ ആയി. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കുഞ്ഞ് സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് പരിചയപ്പെടാം. മോളെ ഹായ് പറഞ്ഞേ. ഹായ്, എന്നാ പേര്? ഫാത്തിമ ഫിദ. ഫാത്തിമ ഫിദ. ഫാത്തിമ ഫിദ, നല്ല അടിപൊളി പേരാ കേട്ടോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6 6-ലല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കൂട്ടിക്കല്ലേ. കൂട്ടിക്കല പഠിക്കുന്നത് അല്ലേ? അപ്പൊ മോളെ ഒരു പാട്ട് പാടാവോ അങ്കിളിന് വേണ്ടി? പാടിക്കോ. ഉപ്പാവുമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, ഉപ്പാവുമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലായുമിനു അഹദും ഇല്ല, ലായുമിനു അഹദും ഇല്ല, ഇല്ലാഹി ഹുബ്ബി റസൂല. തീർന്നോ? സുഹൃത്തുക്കളെ, പൂതക്കുഴിയിലുള്ള ഒരു അടിപൊളി ഫിഷ് മാർക്കറ്റിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹയാത്ത്, അതിനോട് ചേർന്ന് ഒരു ചിക്കൻ സെന്ററും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കടയും കൂടെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് കയറി ഫിഷുകളൊക്കെ ഒന്ന് കാണാം. വാ, കണ്ടോ നിറച്ച് മീനുകളുടെ അടുക്കി വെച്ചേക്കുവാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. മീനുകളൊക്കെ കണ്ടോ, മൊത്തം അയലയുണ്ട്, ചൂരയുണ്ട്, കേരയുണ്ട്, ആവോലി, ചെമ്പല്ലി, കരിമീൻ, കാരി, കൂരി, വറ്റ, മോത. കണ്ടോ, മോതയൊക്കെ വെട്ടി അറഞ്ഞങ്ങ് ഇട്ടേക്കോ. നോക്കിയേ, മല പോലെ മീനുകൾ കൂട്ടിയിട്ടേക്കുവാണ്. എന്നാ ഇതന്നെ സാധനമാണ് ഒറിജിനൽ മോത. കണ്ടോ, ഒറിജിനൽ മോത കാണണേ. കണ്ടോ പ്രേക്ഷകരെ, ഇതിന്റെ പേരെന്നാ? ഉള്ളമ്പള, വറ്റ, ആവോലിയുടെ ഒക്കെ ഒറിജിനൽ സാധനങ്ങൾ. പിടയ്ക്കുന്ന മീനുകളാണ്, പിടയ്ക്കുന്ന മീനുകൾ. നല്ല ഫ്രഷ് മീനുകളാണ്. സുഹൃത്തുക്കളെ, ഹയാത്തിന്റെ തന്നെ ഒരു വെജിറ്റബിൾ ഷോപ്പാണിത്. ഇത് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടല്ലേ? ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നല്ല ഫ്രഷ് പച്ചക്കറികൾ. ഇവിടെ പൂതക്കുഴിയിൽ ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇവിടെ ചേട്ടനെ കണ്ടൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ചേട്ടാ, ഞങ്ങൾ ട്രാവൽ ആൻഡ് ടൂർസിന്റെ ചാനലിൽ നിന്ന് വരുവാണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ച് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ഒരു കിടല സമ്മാനമുണ്ട് കേട്ടോ. ചോദ്യം ഇതാണ്: ചോദിക്കും തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തരം പറയാമോ? ചോദിക്കും തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തരം. അതിന് മുമ്പ് ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു? ഷാജി. ഷാജി, എവിടെ താമസിക്കുന്നത്? എരുമേലി. എരുമേലി. ഇവിടെ മീൻ മേടിക്കാനായിട്ട് വന്നാണോ? ആണോ? എരുമേലിയിൽ നിന്ന് പൂതക്കുഴി മീൻ മേടിക്കാൻ വന്നിരിക്കുന്നതാണ് ഷാജി ചേട്ടൻ. അത്രയ്ക്ക് സൂപ്പർ മീനാ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാ അല്ലേ? അപ്പൊ ഒരു ചെറിയ ക്ലൂ തരാം. നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് ചോദിക്കും തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തരം. മൊബൈലല്ല, എപ്പോഴും മാറി വരും. ഒന്നുകൂടെ ആലോചിച്ച അതിന് തന്നെ കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള സാധനമാണ്. ഇതിൽ കൂടുതൽ എന്നാ ഞാൻ പറഞ്ഞു തരുന്ന ഉത്തരം? വാച്ച്. ഓ, എന്റെ പൊന്നെ, എന്നെ അങ്ങോട്ട് കൊല്ല്. സുഹൃത്തുക്കളെ, ചോദ്യം ഒരാളോട് ചോദിച്ചു, ഉത്തരം വേറൊരാളാണ് പറഞ്ഞത്. ഉത്തരത്തിന് അടുത്ത് വരാം. ഷാജി ചേട്ടനോട് ചോദിച്ചു, പേര് പറഞ്ഞു? നിഷാദ്. ഇവിടുത്തെ സ്റ്റാഫ്. എത്ര വർഷമായിട്ട്? 2 കൊല്ലമായി. 2 കൊല്ലമായിട്ട്. എവിടെ താമസിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെയാണ്. ഉത്തരം പറഞ്ഞത് വാച്ചെന്നാണ്. സമയമാണ് ഉത്തരം. എന്നാലും നമ്മളെ ചേട്ടന് സമ്മാനം കൊടുക്കുകയാണ്. സമയം ഒന്ന് തന്നെ ആയതുകൊണ്ട് ട്രാവൽ ആൻഡ് ടൂർസിന്റെ ഒരു കിടലൻ സമ്മാനം നമ്മളെ നിഷാദ് ചേട്ടൻ അണ്ണന് കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും കാണാം. നമുക്കിവിടെ അണ്ണൻ നിപ്പുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അണ്ണ പേര്? എന്റെ പേര് ബിജു. എവിടെ താമസിക്കുന്നത്? ഞാൻ പൊടിമറ്റം. ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? ഇവിടുത്തെ മീൻ, ഇവിടുത്തെ പൂതക്കുഴിയുടെ വിശേഷങ്ങൾ എല്ലാം കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും വിശ്വസനീയമായ ഒരു സ്ഥാപനം ഹയാത്ത്. ഹയാത്തിന്റെ പ്രത്യേകത
ഈ കാഞ്ഞിരപ്പള്ളി ലൊക്കേഷനിൽ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി മുതൽ പൊൻകുന്നം വരെയുള്ള ലൊക്കേഷനിൽ എടുക്കുന്ന മീൻ കടകളിലെ സെയിം മീനുകളും മറ്റു കടകൾ വിൽക്കുന്നതിനേക്കാളും 20 മുതൽ 30% വില കുറച്ച് സാധാരണക്കാരന് ഇഷ്ടാനുസരണം കൊടുക്കുന്ന ഒരു കട. അതാണ് ഹയാത്ത്. സുഹൃത്തുക്കളെ, ഇവിടെ ഉണ്ട് ഒരു ബജ്ജിക്കടയുണ്ട് കണ്ടോ, അടിപൊളി ഒരു ബജ്ജിക്കടയുണ്ട്. കണ്ടോ ബജ്ജിക്കട കാണാം. ചൂട് സാധനം സ്പോട്ടിൽ കിട്ടുന്ന സ്ഥലമാണ്. ബജ്ജിയുണ്ട്, ഉള്ളിവട, ബോണ്ട, ഉഴുന്നുവട, സുഹിയൻ, എല്ലാ ഐറ്റങ്ങളും ചൂടോടെ ചൂടപ്പം പോലെ നമുക്ക് തരും. നല്ല ചൂട് വട. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ 26-ാം മൈൽ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിനാണ് നമ്മുടെ കുരിശുപള്ളി. കണ്ടോ, കുരിശുപള്ളി കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് 26-ാം മൈൽ കുരിശുപള്ളി. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ 26-ാം മൈലിൽ ഐഷൂസ് റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. ഇവിടുത്തെ അടിപൊളി കാഴ്ചകള് നമുക്ക് കാണാം. വാ. സുഹൃത്തുക്കളെ, ഇതുണ്ടോ, നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല സൗകര്യത്തില് അടിപൊളി സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇതിന്റെ റൂഫിങ് ഉണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. നിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ സ്പെഷ്യലുണ്ട്. ഗ്രിൽ ഫിഷ് ഉണ്ട്, പിന്നെ അറബിക് സ്റ്റൈലിലായിട്ട് ഡൈനാമിക് ചിക്കൻ ആണ് ഇവിടുത്തെ സ്പെഷ്യല്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്നാക്സുകളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രഷ് ജ്യൂസ് എല്ലാം അവിടെ ഉണ്ട്. ഇതേ സ്നാക്സുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര വൈബാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതുണ്ട്, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ മരം, തണല്, മുളയും കവുങ്ങും എല്ലാം കൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു എനർജറ്റിക് ഫീലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാനും നല്ലൊരു രസമുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പുറത്തുള്ള ഏരിയകളാണ്. ഉണ്ടോ, നല്ല രസമല്ലേ ഇവിടെ കാണാൻ തന്നെ, നല്ല രസമല്ലേ. ഇതിൻ്റെ കുക്കിംഗ് ഏരിയയിലൊക്കെ അകത്താണ്. ഇവിടെയാണ് വാഷുള്ള കൈയൊക്കെ കഴിയാനുള്ള, ഇവിടെയാണ് നമ്മൾ വാഷിങ് ഏരിയയാണ്. നമുക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, ഊഞ്ഞാല ഇരുന്ന് ആടി നോക്കാവേ. ഊഞ്ഞാലൊക്കെ ആടി കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതുകൊണ്ട് സുഹൃത്തുക്കൾ നല്ല രസമല്ലേ ചെടിയൊക്കെ കാണാൻ. നോക്കിയേ, നല്ല അടിപൊളി ചെടികൾ. നമുക്ക് അകത്ത് കയറി നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടുഡേ സ്പെഷ്യൽ ഐഷൂ സ്പെഷ്യലാണ്. ഗ്രിൽ ഫിഷ് 1 കിലോ എബവ് അറബിക് മസാല ഡൈനാമിക് ചിക്കൻ. ഓക്കെ, നമുക്ക് അകത്ത് കയറാം. അടിപൊളി നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്ത്. ഭയങ്കര വൈബാട്ടോ. നിങ്ങൾ ഓർത്തോ, കാഞ്ഞിരപ്പള്ളി 26-ാം മൈലിൽ ഇങ്ങനെ ഒരു വൈബ്, ഇങ്ങനെ വന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനും ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയറിലിരുന്ന് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ. പ്രഷർ ചെയ്തുണ്ടോ, ഇവിടെ ഇരുന്ന് വന്ന് ഫുഡ് കഴിക്കാനൊക്കെ എന്തൊരു വൈബാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നൽകി. ഇതുകൊണ്ടോ നല്ല അടിപൊളി കേക്ക് ഇരിക്കുന്നുണ്ട്. ഹലോ, നിങ്ങൾ തന്നെയാണ് ഇവിടെ കേക്കിന്റെ ഒക്കെ പ്രിപ്പറേഷൻ ഒക്കെ? അതെ, ഇത് നമ്മുടെ ഓണറിന്റെ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഹോം മെയ്ഡ് ആണ്. നല്ല ഓർഡർ ഉണ്ടോ എല്ലാത്തിനും? അത്യാവശ്യം നല്ല ഓർഡർ. എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യലുകളൊക്കെ? നമ്മളെ ഇവിടെ ഡൈനിൽ നമുക്ക് റെസ്റ്റോറന്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് അറേബ്യൻ ഗ്രിൽഡ് ഫിഷ് അവൈലബിൾ ആണ്. തലശ്ശേരി തം ബിരിയാണി അവൈലബിൾ ആണ്. ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, പാസ്ത. എപ്പോഴും നല്ല ആളാ, തിരക്കല്ലേ? തിരക്കാണ്. ഓപ്പണിംഗ് എത്ര ടൈം മുതലാണ്? നമുക്ക് രാവിലെ 11 മണി തൊട്ട് സ്റ്റാർട്ടിങ്, രാത്രി 10 മണി വരെ അവൈലബിൾ അല്ലേ? അത് ശരി. അപ്പൊ പ്രേക്ഷകരെ കണ്ടല്ലോ ഇവിടുത്തെ സമയവും കാര്യങ്ങളൊക്കെ. സുഹൃത്തുക്കളായതുകൊണ്ടോ ഇവിടെ ഏത് സൈഡിൽ നോക്കിയാലും ബാമ്പുവിന്റെ ഒരു ശേഖരമാണ്. ബാമ്പു വെച്ച് നിറച്ചേക്കുവാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാണാൻ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് ചോദിക്കാം സ്പെഷ്യൽ ഐറ്റം എന്നാന്ന് നോക്കാം. ഹലോ, നമസ്കാരം. എന്നാണ് പിന്നെ വിശേഷമൊക്കെ? സുഖം. പേരെന്ന് പറഞ്ഞു? പേര് ഷാരോൺ. എവിടെ താമസിക്കും?
കിടക്കുന്നു അല്ലേ? നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് പറയാമോ? നമുക്ക് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, പിന്നെ ഗ്രിൽ ഫിഷ് അല്ലേ? ഗ്രിൽഡ് ഫിഷ് വിത്ത് മജ്ബൂസ് റൈസ് വരും, അല്ലെങ്കിൽ നമുക്ക് റൊമാലി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ പൊറോട്ട ആയിട്ടുണ്ട്. പിന്നുള്ളത് നമുക്ക് അൽഫാം ഉണ്ട്, ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, പാസ്ത, ഫ്രൈഡ് ചിക്കൻ കോംബോ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് എടുക്കാം. ഉണ്ടല്ലേ? ഇപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ ആൾക്കാർ വരുവാണ്. ഇപ്പൊ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ നടക്കുന്നതാണല്ലോ. നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഹട്ടുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഉണ്ടല്ലേ? ഇവിടെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് അകത്തിരിക്കാം, അല്ലെങ്കിൽ വെളിയിരിക്കാം. ഇവിടെ ഇരിക്കാം അല്ലേ? അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. നമുക്കിവിടെ എല്ലാം ഉണ്ടല്ലേ? അവിടെ ഫ്രഷ് ജ്യൂസിന്റെ ഏരിയ ആണ് അവിടെ. ജ്യൂസ് കൗണ്ടർ ലൈവ് ആയിട്ടല്ലേ? ഓ, അത് ശരിയാണ്. എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും, കോഫി, ടീ, ഷേക്ക്, ജ്യൂസ് എല്ലാം. അപ്പൊ 11 മണി തൊട്ട് സ്റ്റാർട്ടിങ്. 11 മണി തൊട്ട് 10 മണി വരെ. 10 മണി വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ധാരാളം വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. വണ്ടിക്കകത്തിരുന്ന് ആൾക്കാർ ഫുഡ് കഴിക്കാം. നമുക്ക് സൈഡിലൊക്കെ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഓർഡർ ചെയ്ത് എടുത്തു കൊടുക്കുന്ന അവർ വണ്ടിക്കകത്ത് അവരുടെ സൗകര്യം. ധാരാളം ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. ഉണ്ടല്ലേ? ഓ, അത് ശരി. അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വെളിയിലിരുന്ന് കാറിലേക്ക് ഫുഡ് കഴിക്കാനുള്ള സംവിധാനം അവരുടെ അനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച്. അതുപോലെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇവിടെ ആഘോഷിക്കുന്ന പ്രത്യേക രീതിയിലൊരു സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി തൊട്ട് 11 മണി വരെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഒരു വൈബാണ്. നമുക്ക് ഇവിടെ വന്ന് ഇതിനകത്ത് നല്ല രസമാണ്. നമുക്കിരുന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം. നിങ്ങൾ കണ്ടോ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് റിലാക്സ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് ഇവിടെ. നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി 26-ാം മൈൽ വഴി നിങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഐഷൂസ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുക. ആസ്വാദകരമായ രുചികരമായ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, പൂതക്കുഴിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തുടർന്നും നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ആയി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ ബൈ.